ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മളിപ്പോൾ LGS എക്സാമൊക്കെ അടുത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഫിസിക്സിൽ നിന്നുള്ള ഒരു 100 ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചോദ്യം ഉത്തരം എന്നിങ്ങനെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അല്ലാതെ ഓപ്ഷൻ നിന്നിട്ട് ഒരു മോക്ക് ടെസ്റ്റ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. ചിലതിന് മാത്രം, ചില കാര്യങ്ങൾക്ക് മാത്രം ചെറുതായിട്ട് ഒരു എക്സ്പ്ലനേഷൻ പോലെ പറഞ്ഞിട്ട് പോകാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളിലെ ഒന്നാം നിയമം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ജഡത്വ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. ശബ്ദം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഏത് രൂപത്തിലാണ് ശബ്ദം സഞ്ചരിക്കുന്നത്? തരംഗ രൂപത്തിലാണ്. തരംഗങ്ങളായിട്ടാണ് ശബ്ദം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നത്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആവൃത്തി എന്ന പേരിലാണ് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം അറിയപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം 60 ന്യൂട്ടൺ ആണെങ്കിൽ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ അതിൻ്റെ ഭാരം എത്രയായിരിക്കും? 10 ന്യൂട്ടൺ ആയിരിക്കും. ഒരു വസ്തുവിൻ്റെ ചലനത്തിലോ രൂപത്തിലോ മാറ്റം വരുത്താൻ കഴിവുള്ള ഭൗതിക അളവിനെ എന്തെന്ന് വിളിക്കുന്നു? ബലം എന്ന് വിളിക്കുന്നു. ഒരു വസ്തുവിൻ്റെ ചലനത്തിലോ രൂപത്തിലോ മാറ്റം വരുത്താൻ കഴിവുള്ള ഭൗതിക അളവിനെ എന്തെന്നാണ് വിളിക്കുന്നത്? ബലം എന്നാണ് വിളിക്കുന്നത്. പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അടിസ്ഥാന അളവുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമാണ് SI യൂണിറ്റ് സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. ഇനി പ്ലാസ്റ്റിക് സഞ്ചികളുടെ കനം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? മൈക്രോൺ ആണ്. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം ശരാശരി എത്ര കിലോമീറ്റർ വരും? 15 കോടി കിലോമീറ്റർ ആണ്. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാനുള്ള ദ്രാവകത്തിൻ്റെ സവിശേഷ സ്വഭാവം ഏതാണ്? വിസ്കോസിറ്റിയാണ്. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിലെ ബലം ഉളവാക്കാനുള്ള ദ്രാവകത്തിൻ്റെ സവിശേഷ സ്വഭാവമാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഒരു ലെൻസിൻ്റെ പവർ അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഡയോപ്റ്ററിലാണ് ലെൻസിൻ്റെ പവർ അളക്കുന്നത്. തരംഗ ദൈർഘ്യം കുറയുമ്പോൾ പ്രകാശത്തിൻ്റെ ആവൃത്തിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നു? ആവൃത്തി കൂടുന്നു. അപ്പോൾ തരംഗ ദൈർഘ്യം കുറയുമ്പോൾ പ്രകാശത്തിൻ്റെ ആവൃത്തി എന്ത് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തരംഗദൈർഘ്യം കുറയുമ്പോൾ പ്രകാശത്തിൻ്റെ ആവൃത്തി കൂടുന്നു. എന്തിനെ കുറിച്ചിട്ടാണ് ഓം നിയമം പ്രതിപാദിക്കുന്നത്? എന്തിനെല്ലാം കുറിച്ചിട്ടാണ് ഓം നിയമം പ്രതിപാദിക്കുന്നത്? വോൾട്ടേജ്, കറണ്ട്, പ്രതിരോധം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ് ഓം നിയമം പ്രതിപാദിക്കുന്നത്. വോൾട്ടേജ്, കറണ്ട്, പ്രതിരോധം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ് ഓം നിയമം പ്രതിപാദിക്കുന്നത്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? ഒരു പ്രകാശവർഷമാണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത്. പാർസെക് എത്ര പ്രകാശവർഷമാണ് എന്ന് ചോദിച്ചാൽ 3.26 പ്രകാശവർഷമാണ് പാർസെക് എന്ന് പറയുന്നത്. ഇനി ഒരു വസ്തുവിൽ അടങ്ങിയ ദ്രവ്യത്തിൻ്റെ അളവ് എന്താണ്? മാസാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. ഒരു കിൻഡലിൽ എത്ര കിലോഗ്രാം കാണും എന്ന് ചോദിച്ചാൽ 100 കിലോഗ്രാം ആണ് ഒരു കിൻഡൽ എന്ന് പറയുന്നത്. ഒരു ടൺ എത്ര കിലോഗ്രാം ആണെന്ന് ചോദിച്ചാൽ 1000 കിലോഗ്രാം ആണ്. അപ്പോൾ ഒരു കിൻഡൽ 100 കിലോഗ്രാം, ഒരു ടണ്ണ് 1000 കിലോഗ്രാം ആണ്. ഹൈഡ്രോളിക് ബ്രേക്ക് ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്? പാസ്കൽ നിയമം അടിസ്ഥാനമാക്കിയിട്ടാണ് ഹൈഡ്രോളിക് ബ്രേക്ക് പ്രവർത്തിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിൽ ഏത് ഊർജമാണ് രാസോർജമായി മാറുന്നത്? പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശോർജമാണ് രാസോർജമായി മാറുന്നത്. റേഡിയോ തരംഗങ്ങൾ ഏത് തരംഗങ്ങൾക്ക് ഉദാഹരണമാണ്? റേഡിയോ തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് ഉദാഹരണമാണ്. റേഡിയോ തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഏത് മാധ്യമത്തിലാണ് പ്രകാശത്തിൻ്റെ വേഗം ഏറ്റവും കൂടുതലുള്ളത്? ശൂന്യതയിലൂടെയാണ് പ്രകാശം ഏറ്റവും വേഗത്തിൽ
സഞ്ചരിക്കുന്നത്. ഫ്യൂസ് വയറിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തെല്ലാമായിരിക്കണം? നമ്മളൊരു ഫ്യൂസ് വയർ എടുക്കുമ്പോൾ അതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തെല്ലാമായിരിക്കണം? ഉയർന്ന പ്രതിരോധവും കുറഞ്ഞ ദ്രവണാങ്കവുമായിരിക്കണം. ഫ്യൂസ് വയറിൻ്റെ പ്രധാന ഗുണങ്ങളാണ് ഉയർന്ന പ്രതിരോധവും കുറഞ്ഞ ദ്രവണാങ്കവും എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? സെക്കൻഡാണ് സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സോളാർ ദിനം എന്നാണ്. അപ്പോൾ സോളാർ ദിനം എന്ന് പറഞ്ഞാൽ ഒരു നട്ടുച്ച മുതൽ അടുത്ത ദിവസത്തെ നട്ടുച്ച വരെയുള്ളതാണ് സോളാർ ദിനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സോളാർ ദിനം എത്ര സെക്കൻഡാണ് എന്ന് ചോദിച്ചാൽ 86,400 സെക്കൻഡാണ് ഒരു സോളാർ ദിനം എന്ന് പറയുന്നത്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ആംബിയർ ആണ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? കെൽവിൻ ആണ് താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ്. പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് കാൻഡിലയാണ്. നമ്മൾ പറഞ്ഞു നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ആംബിയറും താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് കെൽവിനും പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് കാൻഡിലയുമാണ്. പരിമാണത്തോടൊപ്പം ദിശ കൂടി പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ എന്നറിയപ്പെടുന്നത്. പരിമാണത്തോടൊപ്പം ദിശ കൂടി പറയുമ്പോൾ അത് സദിശ അളവുകളാണ്. ഈ സദിശ അളവുകൾക്ക് ഉദാഹരണങ്ങളാണ് സ്ഥാനാന്തരം, പ്രവേഹം, ബലം. സ്ഥാനാന്തരം, പ്രവേഹം, ബലം എന്നിവയൊക്കെ സദിശ അളവുകൾക്ക് ഉദാഹരണമാണ്. ഇനി പരിണാമത്തോടൊപ്പം ദിശ പറയേണ്ടതില്ലാത്ത അളവുകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അത് അദിശ അളവുകൾ എന്നാണ് അറിയപ്പെടുന്നത്. വേഗം, ദൂരം, സമയം, മാസ് എന്നിവയെല്ലാം അദിശ അളവിന് ഉദാഹരണമാണ്. വേഗം, ദൂരം, സമയം, മാസ് എന്നിവ അടിസ്ഥാന അളവിന് ഉദാഹരണമാണ്. ഇനി വ്യോമയാന ഗതാഗത രംഗത്ത് ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? നോട്ടിക്കൽ മൈലാണ് വ്യോമയാന ഗതാഗത രംഗത്ത് ദൂരം അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ്? 1.852 കിലോമീറ്റർ ആണ്. 1.852 കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് നോട്ട്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? നോട്ടാണ്. പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് മോളാണ്. പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മോളാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രതിഭാസം ഏതാണ്? അപവർത്തനമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രതിഭാസം. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം വ്യക്തമാക്കുന്നത് എന്താണ്? ഒരു ബാഹ്യബലം പ്രവർത്തിക്കാത്തിടത്തോളം കാലം ഒരു വസ്തു അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ഏകീകൃത ചലനത്തിലോ തുടരും എന്നാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം വ്യക്തമാക്കുന്നത്. ഒരു ബാഹ്യബലം പ്രവർത്തിക്കാത്തിടത്തോളം കാലം ഒരു വസ്തു അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ഏകീകൃത ചലനത്തിലോ തുടരും എന്നാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം വ്യക്തമാക്കുന്നത്. ഒരു വസ്തുവിൻ്റെ ഭാരം ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഒരു വസ്തുവിൻ്റെ ഭാരം ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിലാണ്, ധ്രുവപ്രദേശങ്ങളിലാണ്. ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്യാവുന്ന പ്രവൃത്തി എന്താണ്? പവറാണ്. ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഒരു മാധ്യമം ആവശ്യമില്ലാതെ താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് തരംഗ രൂപത്തിലോ കണികാ രൂപത്തിലോ സഞ്ചരിക്കുന്ന പ്രക്രിയയെ അറിയപ്പെടുന്നതാണ് വികിരണം എന്ന് പറയുന്നത്. മാധ്യമം ആവശ്യമില്ലാതെ താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് തരംഗ രൂപത്തിലോ കണികാ രൂപത്തിലോ സഞ്ചരിക്കുന്ന പ്രക്രിയയെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വികിരണം എന്നാണ് അറിയപ്പെടുന്നത്. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നതിന് ഉദാഹരണമായ ഒരു ഉപകരണം ഏതാണ്? അത് സുരക്ഷാ ഫ്യൂസ് ആണ്. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നതിന് ഉദാഹരണമായ ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ് എന്ന് പറയുന്നത്. ഈ സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രധാന ഭാഗമായ ഫ്യൂസ് വയർ ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരമാണ്. അപ്പോൾ സുരക്ഷാ ഫ്യൂസിൻ്റെ ഭാഗമായ ഫ്യൂസ് വയർ എന്ന് പറയുന്നത് എന്താണ്? ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരമാണ്. ഇതിന് താരതമ്യേന താഴ്ന്ന ദ്രവണാങ്കമാണ് ഉള്ളത്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ്?
കൂളോമാണ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് ജൂൾ ഹീറ്റിംഗ് എന്നറിയപ്പെടുന്നത്. ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് എങ്ങനെ അറിയപ്പെടുന്നത്? ജൂൾ ഹീറ്റിംഗ് എന്നറിയപ്പെടുന്നത്. ക്ലിനിക്കൽ തെർമോമീറ്ററുകളിൽ ഉപയോഗിക്കുന്ന തോത് ഏതാണ്? ഫാരൻഹീറ്റ് സ്കെയിലാണ് ക്ലിനിക്കൽ തെർമോമീറ്ററുകളിൽ ഉപയോഗിക്കുന്ന തോത്. ഇനി സോളാർ കോൺസെൻട്രേറ്റിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണമാണ് സോളാർ കോൺസെൻട്രേറ്റിൽ ഉപയോഗിക്കുന്നത്. നേത്ര ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്നത് ഏത് കിരണങ്ങളാണ്? നേത്ര ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് കിരണങ്ങളാണ്. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണം ഏതാണ്? ടാക്കിയോൺസ് ആണ് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണം. ഒരു ദ്രാവകത്തിന്റെ വിവിധ പാളികൾക്കിടയിൽ ഉള്ള ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന ശക്തി ഏതാണ്? വിസ്കസ് ഫോഴ്സ് ആണ്. ഒരു ദ്രാവകത്തിന്റെ വിവിധ പാളികൾക്കിടയിലുള്ള ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന ശക്തി എന്ന് പറയുന്നത് വിസ്കസ് ഫോഴ്സ് ആണ്. ഒരു സർക്യൂട്ടിലെ നേരിയ കറന്റിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഗാൽവനോമീറ്റർ ആണ്. ഒരു സർക്യൂട്ടിലെ നേരിയ കറന്റിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസമാണ് അപവർത്തനം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസം എങ്ങനെ അറിയപ്പെടുന്നു? അപവർത്തനം എന്നറിയപ്പെടുന്നു. തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരണത്തെ എന്താണ് വിളിക്കുന്നത്? ആയതി എന്ന് വിളിക്കുന്നു. തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരത്തെയാണ് ആയതി എന്ന് വിളിക്കുന്നത്. പ്രകാശത്തിന്റെ തരംഗ സ്വഭാവം വിശദീകരിച്ച വ്യക്തി ആരാണ്? ക്രിസ്ത്യൻ ഹൈജീൻസ് ആണ് പ്രകാശത്തിന്റെ തരംഗ സ്വഭാവം വിശദീകരിച്ച വ്യക്തി. പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണെന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ് പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണെന്ന് കണ്ടെത്തിയത്. ഗ്ലാസിന്റെ അപവർത്തനാങ്കം എത്രയാണ്? 1.5 ആണ് ഗ്ലാസിന്റെ അപവർത്തനാങ്കം. മൂത്രാശയ കല്ലുകൾ പൊടിച്ചു നീക്കാൻ വൈദ്യശാസ്ത്ര രംഗത്ത് ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ്? അൾട്രാസോണിക് തരംഗങ്ങളാണ് മൂത്രാശയ കല്ലുകൾ പൊടിച്ചു നീക്കാൻ വൈദ്യശാസ്ത്ര രംഗത്ത് ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ്? അൾട്രാസോണിക് ആണ്. മനുഷ്യൻ ഒരു ദൃശ്യം കണ്ടാൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിന്റെ റെറ്റിനയിൽ തങ്ങി നിൽക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എന്നറിയപ്പെടുന്നു. മരീചികയ്ക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? പൂർണ്ണാന്തര പ്രതിപതനമാണ്. പ്രകാശത്തിന്റെ അപവർത്തനാങ്കം ഏറ്റവും കൂടിയ വസ്തു ഏത്? വജ്രം. ദൃശ്യപ്രകാശത്തെക്കാളും തരംഗദൈർഘ്യം കുറഞ്ഞ വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഏവ? അൾട്രാ വയലറ്റ്, എക്സ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ എന്നിവയാണ് ദൃശ്യപ്രകാശത്തെക്കാളും തരംഗദൈർഘ്യം കുറഞ്ഞ വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് പറയുന്നത്. അൾട്രാ വയലറ്റ്, എക്സ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ എന്നിവയാണ് ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കൂടിയ വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഏവ? റേഡിയോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ് തരംഗങ്ങളാണ്. അപ്പോൾ ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കുറഞ്ഞ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് അൾട്രാ വയലറ്റ്, എക്സ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ. ഇനി ദൃശ്യപ്രകാശത്തേക്കാൾ വൈദ്യുത ദൈർഘ്യം കൂടിയ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് റേഡിയോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെയുള്ള സൂര്യപ്രകാശത്തിന്റെ പ്രകീർണനത്തിന് ഉദാഹരണം ഏതാണ്? മഴവില്ലാണ് അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെയുള്ള സൂര്യപ്രകാശത്തിന്റെ പ്രകീർണനത്തിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. ദൃശ്യപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? അതാണ് പ്രകീർണനം. അപ്പോൾ പ്രകീർണനത്തിന് ഒരു ഉദാഹരണം ഏത്? മഴവില്ല്. പ്രാഥമിക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതെല്ലാമാണ്? പച്ച, ചുവപ്പ്, നീല. പച്ച, ചുവപ്പ്, നീല. ദ്വിതീയ വർണ്ണങ്ങൾ ഏതെല്ലാം? മജന്ത, സിയാൻ, മഞ്ഞ. മജന്ത, സിയാൻ, മഞ്ഞ. പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസം മൂലമാണ് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത്? വിസരണം മൂലമാണ് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത്. ലെൻസുകളിൽ ഉപയോഗപ്പെടുത്തുന്ന
പ്രകാശത്തിൻ്റെ സ്വഭാവം ഏതാണ്? അപവർത്തനമാണ്. ലെൻസുകളിൽ ഉപയോഗപ്പെടുത്തുന്ന പ്രകാശത്തിൻ്റെ സ്വഭാവം. ഒരു തടസ്സത്തിൽ തട്ടി പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡിഫ്രാക്ഷൻ എന്നാണ്. ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു തടസ്സത്തിൽ തട്ടി പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്നത് അറിയപ്പെടുന്നത്. സോപ്പ് കുമിളകളിലെ വർണ്ണങ്ങൾക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ഇൻഡഫറൻസ് ആണ്. സോപ്പ് കുമിളകളിലെ വർണ്ണങ്ങൾക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം. പ്രകാശത്തെ പ്രസത്തിലൂടെ കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രകാശം ഘടകവർണ്ണങ്ങളായി മാറുന്നു. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എങ്ങനെ അറിയപ്പെടുന്നു? പ്രകാശവർഷം എന്നറിയപ്പെടുന്നു. ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ സഞ്ചാര വേഗം എത്രയാണ്? സെക്കൻഡിൽ 3,00,000 കിലോമീറ്റർ ആണ് ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ സഞ്ചാര വേഗം. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? താപപ്രേഷണം എന്നറിയപ്പെടുന്നു. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നത് താപപ്രേഷണം എന്നറിയപ്പെടുന്നു. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി അറിയപ്പെടുന്നത് ചാലനം എന്നാണ്. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് സുചാലകങ്ങൾ എന്നാണ്. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് സുചാലകങ്ങൾ എന്നാണ്. താപം കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് കുചാലകങ്ങൾ എന്നാണ്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും പ്രധാനമായും താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് രീതിയിലൂടെയാണ്? സംവഹനം വഴിയാണ്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും പ്രധാനമായും താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ചാലനമാണ്. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? ചാലനമാണ്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി ഏതാണ്? വികിരണമാണ്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? വികിരണമാണ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. ശരീര താപനില അളക്കുന്ന ഉപകരണം ഏതാണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് ശരീര താപനില അളക്കുന്ന ഉപകരണം. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏത്? മെർക്കുറി. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലബോറട്ടറി തെർമോമീറ്റർ ആണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏത്? ജലമാണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം. താപം ലഭിക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? താപീയ വികാസം എന്നാണ്. താപം ലഭിക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് താപീയ വികാസം എന്നാണ്. താപീയ വികാസം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏതവസ്ഥയിലാണ്? വാതകാവസ്ഥയിലാണ് താപീയ വികാസം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. സാർവിക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ് സാർവിക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത്. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? വസ്തുവിൻ്റെ മാസ്, വസ്തുക്കൾ തമ്മിലുള്ള അകലം എന്നിവയാണ് ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കാരണം വസ്തുവിനുണ്ടാകുന്ന ത്വരണം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഭൂഗുരുത്വ ത്വരണം എന്നാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കാരണം വസ്തുവിനുണ്ടാകുന്ന ത്വരണം അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ കഴിയാവുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസുമായി വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ.